ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം. ജൂൺ 30-ന് നമുക്ക് ഒരു സീരീസ് ഓഫ് ഫസ്റ്റ് ഗ്രേഡ് ഓഫീസർ എക്സാം വരുന്നുണ്ട്. സോ ഈ എക്സാംസിനൊക്കെ എത്ര പേര് കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ടെന്നുള്ള ഡീറ്റെയിൽസ് കേരള PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സോ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ ഇന്ന് നടത്തുന്നത്. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സോ നമുക്ക് ജൂൺ 30-ന് കുറച്ചധികം കാറ്റഗറി കോവിഡ് എക്സാം ആയിട്ടാണ് നടക്കുന്നത്. അതിൽ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ 230/2025 ആണ്. ട്രെയിനിങ് ഇൻസ്ട്രക്ടർ ഷെഡ്യൂൾ ട്രൈബിലേക്കുള്ള NCA വിജ്ഞാപനമാണ്. അതിൽ നമുക്ക് നമ്പർ ഓഫ് പേഴ്സൺസ് കൺഫർമേഷൻ കൊടുത്തിരിക്കുന്നത് 386 ആണ്. ബൈ ട്രാൻസ്ഫർ ട്രെയിനിങ് ഇൻസ്ട്രക്ടർ ഡ്രാഫ്റ്റ്മാൻ സിവിൽ നമുക്ക് കൊടുത്തിട്ടുള്ളത് 4 എണ്ണമാണ്. അത് നമുക്ക് ഷെഡ്യൂൾ കാസ്റ്റ് ഡെവലപ്മെന്റിന്റെ തന്നെ കീഴിലുള്ള ട്രെയിനിങ് ഇൻസ്ട്രക്ടർ, അവിടെയുള്ള ITIയിലുള്ള ട്രെയിനിങ് ഇൻസ്ട്രക്ടറാണ്. അതിൽ നമുക്ക് 4 പേരാണ് കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളത്. 456/2025 ട്രെയിനിങ് ഇൻസ്ട്രക്ടർ ഡ്രാഫ്റ്റ്മാൻ സിവിൽ ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണെങ്കിൽ നമുക്കറിയാം ട്രെയിനിങ് ഇൻസ്ട്രക്ടർ എന്ന് പറയുന്ന ഒരു ടീച്ചിങ് ജോബ് ആയതുകൊണ്ട് തന്നെ 13,493 പേരാണ് കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളത്. 461/2025 ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 1 ഓവർസിയർ സിവിൽ ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ്. കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡിലും 18,651 ആൾക്കാർ കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. ദെൻ 462/2025 ഓവർസിയർ ഗ്രേഡ് 1 സിവിൽ കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ നമുക്ക് 16,547 ആൾക്കാർ കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഗ്രേഡ് ഓവർസിയർ അല്ലെങ്കിൽ ഫസ്റ്റ് ഗ്രേഡ് ഓവർസിയർ സിവിൽ ഷെഡ്യൂൾ ട്രൈബിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് PWDയിൽ അതിൽ നമുക്ക് കൺഫർമേഷൻ കൊടുത്തിട്ട് 224 ആൾക്കാരാണ്. നിങ്ങൾക്ക് നോക്കാം, സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണെങ്കിൽ പോലും നമുക്ക് അധികം നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ട് എന്നാണ് കാണുന്നത്. സോ അത്യാവശ്യം നല്ല രീതിയിൽ കോമ്പറ്റീഷൻ വരാൻ സാധ്യതയുണ്ട് ജൂൺ 30-ന്റെ പരീക്ഷയ്ക്ക്. ഇനി നിങ്ങൾ തയ്യാറെടുത്ത് തുടങ്ങിയിട്ടില്ലെങ്കിൽ ഓബിയസ്ലി ഗ്രേഡ് 1 എക്സാംസ് നിങ്ങൾ തയ്യാറെടുത്ത് തുടങ്ങണം. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് നമ്മുടെ ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 1 സിവിൽ ആണ്. ഹാർബർ എഞ്ചിനീയറിംഗ് ആണ്. വളരെ ചെറിയ ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ പോലും അവിടെയും 18,391 ആൾക്കാർ കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. ആൻഡ് 721/2025 ഡ്രാഫ്റ്റ്മാൻ സിവിൽ ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിൽ നമുക്കത് നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുള്ള പോസ്റ്റ് ആയതുകൊണ്ടാണ് 976 ആൾക്കാർ കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഫസ്റ്റ് ഗ്രേഡ് ഓവർസിയർ ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെന്റ് ഉണ്ട് PWD. അതിൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സിന്റെ എണ്ണം ഇതുവരെ കൺഫർമേഷനിൽ വന്നിട്ടില്ല. അത് ബൈ ട്രാൻസ്ഫർ ആയതുകൊണ്ടാണ്. സോ ഇതാണ് നമ്മുടെ ജൂൺ 30-ന്റെ ഒരു കോമ്പറ്റീഷൻ ലെവൽ എന്ന് പറയുന്നത്. അതിൽ ഡയറക്ട് റിക്രൂട്ട്മെന്റ് വരുന്ന പോസ്റ്റുകൾക്കെല്ലാം 12,000-ന് മേലിൽ അല്ലെങ്കിൽ 13,000-ന് മേലിൽ നമുക്ക് കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. ചിലതിന് 18,000 2 അതായത് നമുക്ക് കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡും അതുപോലെ തന്നെ ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിലുള്ള ഫസ്റ്റ് ഗ്രേഡ് ഓവർസിയർ ഡയറക്ട് റിക്രൂട്ട്മെന്റ് 18,000 ആണ് നമ്മുടെ ഒരു ആവറേജ് റേഞ്ച് എന്ന് പറയുന്നത്. സോ നമ്മുടെ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ടൈറ്റ് ആണ്. സോ ഇനി നമുക്ക് സമയമില്ല. ഇപ്പൊ നമ്മുടെ ഏപ്രിൽ മാസം കഴിഞ്ഞു, ഇനി ഒരൊറ്റ മാസം അല്ലെങ്കിൽ ഇനി ജൂൺ 30 ആയതുകൊണ്ട് തന്നെ 2 മാസം കണക്കാക്കി. ഇനി 60 ഡേയ്സിന് എങ്ങനെ ഈ പരീക്ഷ ഫോക്കസ് ചെയ്ത് മാറി വന്നിരിക്കുകയാണ് സിലബസ്. നമുക്ക് കൺഫർമേഷൻ കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള മാറിയ സിലബസ് ആണ്. സോ ഈ സിലബസിനെ ബേസ് ചെയ്ത് എങ്ങനെ തയ്യാറെടുക്കുമെന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്റ്റഡി പ്ലാൻ വർക്ക്ഔട്ട് ആവുന്ന ഒരു സ്റ്റഡി പ്ലാൻ ആവശ്യമാണെങ്കിൽ വീഡിയോയുടെ താഴെ സ്റ്റഡി പ്ലാൻ എന്ന് കമന്റ് ചെയ്യുക. നമുക്ക് അടുത്തൊരു സ്റ്റഡി പ്ലാന്റെ വീഡിയോ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇനി നിങ്ങൾ തയ്യാറെടുത്ത് തുടങ്ങിയെങ്കിൽ നിങ്ങൾക്ക് ഇനിയും സമയമുണ്ട്. എൻട്രിയോടൊപ്പം ചേർന്ന് നിങ്ങൾക്ക് ഫസ്റ്റ് ഗ്രേഡ് ഓഫീസർ എക്സാമിന് തയ്യാറെടുക്കാം. നമ്മുടെ കോഴ്സിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴെ ഫോം ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ സ്ക്രോൾ ചെയ്ത് പോകുന്ന നമ്പർ കോൺടാക്ട് ചെയ്യുക. ഇനിയും നിങ്ങൾ നമ്മുടെ ഈ എൻട്രി സിവിൽ എഞ്ചിനീയറിംഗ് എക്സാംസ് ഗവൺമെന്റ് എക്സാംസ് എന്ന് പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സിവിൽ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ റിക്രൂട്ട്മെന്റും എക്സാംസിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സും കണ്ടന്റ് നമ്മുടെ ഈ ചാനലിൽ അവൈലബിൾ ആണ്. താങ്ക് യു.